ഷർട്ട് വെട്ടി ടോപ്പ് തയ്ക്കുന്നത് ഇത്രയും സിമ്പിളാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഫസ്റ്റ് ടൈം ആയ കാരണം ഞാൻ ഇപ്പോൾ കുറച്ച് സമയം എടുത്തു. നെക്സ്റ്റ് ടൈം ഞാൻ വെറും 5 മിനിറ്റിൽ തയ്ക്കും, കാരണം അത്രയും സിമ്പിളാണ്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് മനസ്സിലാവും. അപ്പോൾ വീഡിയോ കണ്ടാലോ, ആരും സ്കിപ്പ് ചെയ്യല്ലേ. ഹായ്, അമൃത സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ നമ്മുടെ പപ്പായൊക്കെ വലുതായി വരുന്നുണ്ട്. ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത്. സംഭവം ഇതാണ് കണ്ടോ, നല്ല ഇരുട്ട് പിടിച്ച് മഴയും കാറ്റും ഒക്കെ വരുന്നുണ്ട്. ചാറാനുള്ള ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണോ? കണ്ടോ, നല്ല കാറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരമായ നല്ല കാറ്റും ഇടി മിന്നലും, എന്നാൽ മഴയിട്ട് ഇല്ലതാനും. അപ്പോൾ ചാറാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. തുണി ശരിക്കൊന്നും ഉണങ്ങിയിട്ടില്ല എങ്കിൽ കൂടെ ഞാൻ തുണി എടുത്ത് കൊണ്ടുവയ്ക്കുകയാണ്. ചാറിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം നനച്ചിടാനും പറ്റില്ല, പിന്നെ വെയിലും കാണില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കരിമ്പം കുത്തൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ എന്തായാലും കൊണ്ടിടാന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടിടാൻ പോവാണ്. വെയിലൊക്കെ എന്തായാലും പോയിട്ടുണ്ട്. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇതാണ് കേട്ടോ അവസ്ഥ. എൻ്റെ മുരിങ്ങ കണ്ടോ നിങ്ങൾ, നല്ല വെയിലല്ലേ, സൂര്യൻ്റെ ആ ചൂടേറ്റിട്ട് ഒക്കെ ഉണങ്ങി. പക്ഷെ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി പോയി കേട്ടോ. അപ്പം ഞാൻ ദേ മഴയ്ക്ക് മുമ്പ് വേറൊരു പരിപാടിയിലാണ്. ഏട്ടൻ്റെ ഒരു ഷർട്ട് ഇരിക്കുന്നുണ്ട്, അതിൻ്റെ കോളർ മാത്രമാണ് കംപ്ലൈൻ്റ് ഉള്ളൂ. അപ്പോൾ ഷർട്ടാണെന്ന് വെച്ചാലോ, നല്ല കോട്ടൺ ഷർട്ടാണ്. എനിക്കത് കളയാനും തോന്നുന്നില്ല, എന്നാൽ പിന്നെ എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഒരു ടോപ്പ് തയ്ച്ചാലോ എന്ന്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങളിൽ ഇതുപോലെയൊക്കെ ഷർട്ട് ഉണ്ട്, നല്ല ഷർട്ടാണ്, കളയാൻ തോന്നുന്നില്ല എന്നൊക്കെ ഇതുപോലെ എന്നെ പോലെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ടോപ്പ് എടുത്തിടുക. പെട്ടെന്ന് തന്നെ കേട്ടോ, നമ്മൾ വേറെ മെഷർമെൻ്റ് ഒന്നും എടുക്കുന്നുണ്ട. ഇതേപോലൊരു ടോപ്പ് എടുത്തിട്ടിട്ട് അതിൻ്റെ കൈക്കുഴിയും കഴുത്തൊക്കെ ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഒന്ന് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ദേ കൈ മടക്കിയിട്ടിട്ട് അതിൻ്റെ കൈക്കുഴിയൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു ടോപ്പ് തയ്ക്കാനുള്ള ഐഡിയ ആണ് കേട്ടോ. നിങ്ങളിൽ പലരും ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ചെയ്യുന്നവരുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതിനും ഇനി നല്ല ട്രിക്കുകൾ ഉണ്ടെങ്കിൽ ഒന്ന് എനിക്കും കൂടെ ഷെയർ ചെയ്തേക്കണേ. ഇത്രയും സിമ്പിളായിട്ട് ഷർട്ടിൽ നിന്ന് ഒരു ടോപ്പ് തയ്ക്കാമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കാരണം മെഷർമെൻറ്റും എടുക്കണ്ട, വേറെ ഒന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ദേ അതിൻ്റെ ഷർട്ടിൻ്റെ കൈ തന്നെ ഞാൻ കൈയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആയ കാരണം എനിക്ക് കുറച്ച് സമയം എടുത്തു. ഇനി എനിക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്ച്ചെടുക്കാം. ഇപ്പം എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? പൊളിച്ചിട്ടുണ്ടോ ഒന്ന് പറയണേ. അപ്പോൾ നിങ്ങൾക്ക് ആ നെക്കിന് വേറെ എന്തെങ്കിലും മോഡൽ വേണമെങ്കിൽ തയ്ച്ചെടുക്കാം. ഞാൻ സ്ക്വയർ ആക്കിയത് വേറെ ഒന്നും കൊണ്ടല്ല, മുകളിൽ ഓപ്പൺ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. ഇനി അതല്ലെങ്കിൽ വേറൊരു ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞു തരാം. ദേ കയ്യിന് ഞാൻ ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞൊറിയൊന്നും ഇടാനുള്ള ക്ലോത്ത് ഇല്ല നമുക്ക്. കറക്റ്റ് ആ ഷർട്ടിൻ്റെ കൈ തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ താഴെ ഒരു ലാസ്റ്റിക് വെച്ച് കൊടുത്തതാണ്. ഇപ്പോൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് തോന്നുന്നു ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ ദേ ഞാൻ പറഞ്ഞു തന്ന ട്രിക്കാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കതൊന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ വേറെ നെക്കായി മാറും. ഒരു കണ്ടോ, വേറെ സ്റ്റൈലിലായിട്ട് മാറും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഞാനത് ഏത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ് ഫ്രീ ആയിട്ട്. അപ്പോൾ കൈയൊക്കെ ലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതേപോലെ ഞാൻ ബോഡി ഷേപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ ആ ഷർട്ട് അതേപോലെ തന്നെ. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ബാക്കിൽ 2 ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും ലൂസ് വേണം, നമ്മൾ ചൂടല്ലേ, അപ്പോൾ ഇടാൻ നല്ല സുഖമുണ്ട്, നല്ല കോട്ടനുമാണ്. ഷർട്ട് വേസ്റ്റും ആയില്ല, നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ആരും ഷർട്ട് കളയണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ടോപ്പ് സ്കേർട്ടിനോ പലാസിനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്ന് മേലൊക്കെ കഴുകി പുറത്തേക്ക് വന്നതാണ് കേട്ടോ. ആ ഗ്ലാസ് അങ്ങോട്ട് തുറന്നപ്പോൾ ഉണ്ടല്ലോ എന്തൊരു സുഖമെന്നറിയോ, നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 6 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തണുപ്പും കൊണ്ട് നിന്നാൽ മതിയോ? ഈ തണുപ്പത്ത് ഒരു കട്ടൻ ചായ കുടിച്ച് നല്ല സുഖമല്ലേ? അപ്പം നിങ്ങൾ ചായ കുടിച്ചോ? ഞാൻ ആ ചായ പരിപാടിയിലേക്ക് നടക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.